ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ എണീറ്റിട്ടാണ് ചിന്തിക്കുന്നത് എന്താണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അതിനു മുമ്പ് ഇതിനെ രണ്ടെണ്ണത്തിനെ എണീപ്പിക്കണമല്ലോ. അത് തന്നെയാണ് രാവിലത്തെ എൻ്റെ മെയിൻ പരിപാടി. രണ്ടുപേരും രാത്രി 9 മണിയാകുമ്പോൾ കിടന്ന് ഉറങ്ങും. പക്ഷേ രാവിലെ എണീക്കാൻ രണ്ടിനും ഭയങ്കര മടിയാണ്. ചില സമയം എനിക്ക് സങ്കടമൊക്കെ തോന്നാറുണ്ട്. പിന്നെ ബസ് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മറക്കും കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഇനി എല്ലാം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുകയും വേണം. എനിക്കാണെങ്കിൽ അധികമായിട്ട് സമയവുമില്ല. അങ്ങനെ വേഗം ഞാൻ ഇവരെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഡ്രസ്സും ഒക്കെ അങ്ങ് അയൺ ചെയ്യുകയാണ്. അപ്പം ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ രണ്ടും അങ്ങ് നടക്കൂല. ഏക്കുട്ടി പകുതി ഉറക്കപ്പിച്ചയിലാണ് കേട്ടോ. ഇത് കുളിക്കാനുള്ള ടവലൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ആള് അപ്പുറത്തെ സൈഡാണ് ബാത്റൂം എന്നുള്ള കാര്യം പോലും മറന്നുപോയി. പിന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ടൊക്കെ പറഞ്ഞു വിടുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്കാണ് കേട്ടോ ഭയങ്കര സങ്കടം തോന്നുന്നത്. രാവിലെ എണീറ്റ് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇന്ന് ഏകക്കുട്ടിക്ക് ഹൗസ് യൂണിഫോം ആണ്. അതിൻ്റെ കൂടെ ഇവരൊരു ട്രാക്ക് പാൻസ് ആണ് ഇടേണ്ടത്. ഏക്കുട്ടിക്ക് ആ യൂണിഫോം ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഏക്കുട്ടി ജീൻസാണ് ഇടുന്നത്. പിന്നെ ഞാൻ എപ്പോഴും നെല്ലിക്കിതാ ഇങ്ങനെ അരിഞ്ഞ് ഉപ്പും മുളക് ഇട്ട് അങ്ങ് ടേബിളിൽ വെക്കും. അതാവുമ്പോൾ ഇവർ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കയറി ഇറങ്ങി അങ്ങ് കഴിച്ചോളും. ഇന്ന് രാവിലെ പിന്നെ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു ഇന്ന് നമുക്ക് ചപ്പാത്തി വെച്ച് ചുമ്മാ ഒരു റോൾ അങ്ങ് ഉണ്ടാക്കാമെന്ന്. അതാവുമ്പം എനിക്ക് വലിയ കറി ഉണ്ടാക്കണം, ഇനി ആ ഒരു മെനക്കേടില്ല. എനിക്ക് അതിനുള്ള സമയമില്ല. ഇങ്ങനെ അങ്ങ് ആക്കി വെച്ചിരുന്ന അല്ലുക്കുട്ടൻ നല്ലോണം കഴിച്ചോളും. ഏക്കുട്ടിയുടെ മുഖം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഏക്കുട്ടിക്ക് ഈ ഗോതമ്പ് വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ചപ്പാത്തി ഇഷ്ടമല്ല, പൂരി ഇഷ്ടമല്ല, ഒന്നും ഇഷ്ടമല്ല. ഏക്കുട്ടിക്ക് ഇത് ഉണ്ടാക്കുന്ന ദിവസം ഏക്കുട്ടിയുടെ പിണക്കം തന്നെയാണ്. അങ്ങനെ പിന്നെ ഏക്കുട്ടി എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ കഴിപ്പിച്ചിട്ട് ഏക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ ഓൾമോസ്റ്റ് വണ്ടി എത്തേണ്ട സമയമായിട്ടുണ്ട്. ഇനി ഏക്കുട്ടിക്ക് എക്സാമും കൂടെ നടക്കുവാണ്. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടിയ ശേഷം ഇന്നലെ പഠിപ്പിച്ചതൊക്കെ വീണ്ടും തെറ്റിയ കുറച്ച് സംഭവമൊക്കെ വീണ്ടും ഞാൻ നിർത്തി പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് ഞങ്ങൾ എത്ര ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ടും വണ്ടി കാണുന്നില്ല. വണ്ടി വരേണ്ട സമയം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോഴത്തേക്ക് ഇന്ന് സ്കൂളില്ല, ഇന്നലെ രാത്രി 9:30 ആയപ്പോഴത്തേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നെന്ന്. ഞാനാണെങ്കിൽ രാവിലെ എണീറ്റിട്ടുള്ള ധൃതിയിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഏക്കുട്ടി പറയുകയാണ് ഞാൻ ഇച്ചിരിയും കൂടെ കിടന്ന് ഉറങ്ങിയതിന് അമ്മ കാരണമാണെന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏക്കുട്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താ സ്നാക്ക് ബോക്സിലേക്ക് ഞാൻ വെച്ചിരുന്ന മാങ്ങയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അല്ലുക്കുട്ടന് പിന്നെ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം കേട്ടോ. അല്ലുക്കുട്ടൻ്റെ സ്കൂളിൽ അങ്ങനെ എല്ലാ സ്ട്രൈക്കിനൊന്നും ഇവർക്ക് ലീവ് കിട്ടാറില്ല. പിന്നെ അല്ലുക്കുട്ടനെ ജംഗ്ഷനിൽ കൊണ്ട് വണ്ടി കയറ്റി വിട്ടു.